രാവിലെ 10 മണിയായി കാണും. അജിത്ത് തന്റെ ആഡംബര ഓഫീസിലെ വലിയ മഹാഗണി ടേബിളിലിരുന്ന് ഫയലുകൾ പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ സ്വകാര്യ അഡ്വക്കേറ്റ് വിശ്വനാഥന്റെ കോൾ വരുന്നത്. അജിത്ത് ഫോൺ എടുത്തു നോക്കി കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, പറയൂ വിശ്വേട്ടാ, എന്താ രാവിലെ തന്നെ, എന്തുണ്ട് വിശേഷം? അജിത്ത് സാധാരണ പോലെ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് അഡ്വക്കേറ്റിനോട് ചോദിച്ചു. അപ്പുറത്ത് വിശ്വനാഥൻ വക്കീലിന്റെ ശബ്ദം അല്പം ഗൗരവമുള്ളതായിരുന്നു. അജിത്ത്, ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ വിളിച്ചതായിരുന്നു. നീ എന്നോടൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നല്ലോ, നിന്റെ കുട്ടിയെ പ്രസവിക്കാൻ ഒരു പെൺകുട്ടിയെ വേണമെന്ന്. അപ്പോഴൊക്കെ നിന്നെ തിരുത്തിയവനാണ് ഞാൻ. ഒരു മാരേജ് ആയിക്കൂടെ എന്ന് ചോദിച്ചുകൊണ്ട്. പക്ഷേ നിനക്കതിന് താല്പര്യമില്ലെന്നും നീ ഉറപ്പിച്ചു പറഞ്ഞിരുന്നല്ലോ. ഇപ്പോഴും നീ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പറ്റിയ ഒരാൾ വില്ലിംഗ് ആയിട്ടുണ്ട്. നിന്റെ എല്ലാ നിബന്ധനകളും അംഗീകരിക്കാൻ തയ്യാറായ ഒരു പെൺകുട്ടിയെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വിശ്വനാഥൻ സാർ പറഞ്ഞപ്പോൾ അജിത്തിന്റെ കൈകൾ ഫയലിൽ നിന്ന് ഒന്നു മാറി. അവൻ കസേരയിൽ ചാരിയിരുന്നു. ആരാ വിശ്വേട്ട ആള്? വിശ്വേട്ടനാകുമ്പോൾ എനിക്ക് വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞാൻ വിശ്വേട്ടനെ തന്നെ ഏൽപ്പിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞ കണ്ടീഷനിൽ ഒരു മാറ്റവുമില്ല. അത് മാത്രമേ എനിക്കൊരു നിർബന്ധമുള്ളൂ. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നല്ലോ വിശ്വേട്ട. അതൊരു മെഡിക്കൽ പ്രക്രിയ മാത്രമായി ഒതുങ്ങരുത്. എന്റെ കുഞ്ഞിനെ വഹിക്കുന്ന പെൺകുട്ടി എന്റെ വീട്ടിൽ താമസിക്കണം. എന്നോടൊപ്പം താമസിച്ച് നോർമലായി കാരിങ് ആയി എല്ലാം സ്വാഭാവികമായി നടക്കണം. എങ്കിൽ മാത്രമേ എനിക്ക് ആ കുഞ്ഞ് എന്റേതാണെന്ന് പൂർണ്ണമായി ഉറപ്പിക്കാൻ കഴിയൂ. വിശ്വനാഥൻ വക്കീൽ അപ്പോൾ ഒന്ന് നെടുവീർപ്പിട്ടു. അജിത്ത്, നിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാകും. നീ പറഞ്ഞത് ഞാൻ അവളോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പാവം കുട്ടിയാണ്. എന്റെ ജൂനിയർ മോഹനന്റെ പരിചയത്തിലുള്ള കുട്ടിയാണ്. അവന്റെ വീട്ടിലെ തോട്ടം പണിക്ക് നിൽക്കുന്ന ഒരാളുടെ മോളാ. അതിന്റെ അച്ഛൻ ഒരു കള്ളക്കേസിൽ പെട്ട് ഇപ്പോ ജയിലിലാണ്. ആ കേസ് നടത്താനും നഷ്ടപരിഹാരം കൊടുക്കാനും പണമില്ലാതെ വക്കീൽ ഫീസും കോടതി ചെലവും താങ്ങാൻ കഴിയാതെ നിൽക്കുന്ന സമയത്താണ് മോഹൻ എന്നോട് കാര്യം പറഞ്ഞത്. കേസ് വേണമെങ്കിൽ നമുക്ക് പരിചയത്തിലുള്ള ഏതെങ്കിലും വക്കീലിനെ വെച്ച് വാദിച്ചു കൊടുക്കാം. പക്ഷേ ഇതെന്തോ ആക്സിഡന്റ് കേസോ മറ്റോ ആയതുകൊണ്ട് നല്ല തുക നഷ്ടപരിഹാരം കൊടുക്കണം. വല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോഴാണ് ഞാൻ മോഹനോട് ഈ കാര്യം സൂചിപ്പിച്ചത്. ആദ്യം അവളും ഒന്ന് ഞെട്ടി, പിന്നെ കരഞ്ഞു. പക്ഷേ ഇപ്പോ അച്ഛനെ രക്ഷിക്കാൻ പണം വേണമെന്ന നിർബന്ധം കൊണ്ട് അവൾ സമ്മതിച്ചിട്ടുണ്ട്. ദിയ എന്നാണ് കുട്ടിയുടെ പേര്. അജിത്ത് ഒന്ന് മൗനം പാലിച്ചു. ദിയ, ആ പേരവൻ മനസ്സിൽ ആവർത്തിച്ചു. അവൾക്കിത് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ഉറപ്പാണോ വിശ്വേട്ടാ? ക്യാഷ് സെറ്റിൽമെന്റ് കഴിഞ്ഞാൽ അവൾ വാക്കുമാറുമോ? ഇല്ല അജിത്ത്, ആ കുട്ടി ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിലും നിയമം പഠിക്കുന്ന പെൺകുട്ടിയല്ലേ, കാര്യങ്ങളൊക്കെ ഏകദേശം അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഗൗരവം അവൾക്ക് നന്നായി അറിയാം. നീ പേടിക്കണ്ട, അവൾക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ടാ. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് സംസാരിക്കാം. നീ ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ട് വാ, ഞാൻ അവളെ ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കാം. അജിത്ത് അപ്പോൾ വാച്ചിലേക്ക് നോക്കി. ശരി വിശ്വേട്ടാ, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്താം. ഓക്കെ അജിത്ത്. വിശ്വനാഥൻ വക്കീൽ ഫോൺ കട്ട് ചെയ്ത ശേഷം അജിത്ത് എന്തോ ഒന്ന് ആലോചിച്ചു. പിന്നെ ബാക്കി ജോലികളൊക്കെ അവിടെ തന്നെ വെച്ച് അജിത്ത് ഓഫീസിൽ നിന്നിറങ്ങി തന്റെ കറുത്ത ആഡംബര കാറിൽ വക്കീലിന്റെ ഓഫീസിലേക്ക് യാത്ര തിരിച്ചു. ഡ്രൈവർ കാർ ഓടിക്കുമ്പോൾ അജിത്ത് പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നു. തന്റെ പിൻഗാമിയെ ലഭിക്കാൻ പോകുന്നു എന്ന ചിന്ത അവനിൽ വലിയൊരു ആശ്വാസമാണ് നൽകിയത്. പക്ഷേ അപ്പോഴും അവന്റെ മനസ്സിൽ പല ചിന്തകളായിരുന്നു. പണത്തിനു വേണ്ടി സ്വന്തം ശരീരം വാടകയ്ക്ക് നൽകാൻ തയ്യാറായ ഒരു പെൺകുട്ടി. അവളോട് എന്ത് സംസാരിക്കണം, എന്ത് സമീപനം സ്വീകരിക്കണം എന്നതൊക്കെയായിരുന്നു അവന്റെ ചിന്ത. അവൻ എന്തൊക്കെയോ ഓർത്തുകൊണ്ട് അങ്ങനെ ഇരുന്നു. ടൗണിലെ തിരക്കേറിയ ജംഗ്ഷനിലുള്ള ഒരു കെട്ടിടത്തിന്റെ 3ാം നിലയിലായിരുന്നു അഡ്വക്കേറ്റ് വിശ്വനാഥന്റെ ഓഫീസ്. അജിത്ത് തന്റെ കാറിൽ നിന്നിറങ്ങി നടക്കുമ്പോൾ വെയിൽ നല്ലതുപോലെ ഉണ്ടായിരുന്നു. ഓഫീസിന്റെ കോണിപ്പടികൾ കയറി മുകളിലെത്തിയപ്പോൾ വക്കീലിന്റെ പേര് എഴുതിയ ബോർഡ് കണ്ടു. ഉള്ളിലേക്ക് കയറിയപ്പോൾ പതിവ് തിരക്കുകൾ. വക്കീലിന്റെ അസിസ്റ്റന്റ് അപ്പോൾ അജിത്തിനെ കണ്ടതും പെട്ടെന്ന് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ബഹുമാനത്തോടെ തലയാട്ടി. സാർ അകത്തുണ്ട്, അജിത് സാർ ഉള്ളിലേക്ക് പോയിക്കോളൂ, അസിസ്റ്റന്റ് പറഞ്ഞു. അജിത്ത് ചെന്ന് വാതിലിൽ മുട്ടി അനുവാദം വാങ്ങി അകത്തേക്ക് കയറി. വലിയൊരു മേശയ്ക്ക് പിന്നിൽ ഒരുപാട് ഫയലുകൾക്കിടയിൽ വിശ്വനാഥൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അജിത്തിനെ കണ്ടതും അദ്ദേഹം കണ്ണട ഊരി വെച്ച് ചിരിച്ചു. അജിത്ത് വാ വാ ഇരിക്കി. വിശ്വനാഥൻ വക്കീൽ അജിത്തിന് കൈ കൊടുത്ത ശേഷം ഇരിക്കാനായി പറഞ്ഞു. അജിത്ത് അപ്പോൾ അദ്ദേഹത്തെ നോക്കി ഒന്ന് ചിരിച്ചു. അജിത്ത് തിരക്കിലായിരുന്നോ? വിശ്വനാഥൻ അപ്പോൾ അവനോട് ചോദിച്ചു. കുറച്ച്. ഞാൻ പിന്നെ വിശ്വേട്ടൻ കാര്യം പറഞ്ഞപ്പോൾ ഒന്ന് വന്നിട്ട് പോകാമെന്ന് കരുതി. കുറച്ചായിട്ടെന്തോ ഒരൊറ്റപ്പെടലാണ് വിശ്വേട്ടാ, ആരോടും പറയാൻ വയ്യ, അജിത്ത് പറഞ്ഞു. അവന്റെ കണ്ണുകളിൽ ഒറ്റപ്പെടലിന്റെ സങ്കടം വല്ലാതെ ഉള്ളതായി വിശ്വനാഥൻ വക്കീലിനും തോന്നുന്നുണ്ടായിരുന്നു. എനിക്കറിയാം അജിത്ത്, ഞാൻ പറഞ്ഞല്ലോ, കോർട്ടിൽ എന്റെ ജൂനിയറായ മോഹനന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുടെ മകളാണ്.
അതിന്റെ അച്ഛൻ ഒരു കള്ളക്കേസിൽപ്പെട്ട് ജയിലിലാണ്. പണമില്ലാതെ ആ കേസ് പതുക്കെ മുന്നോട്ട് പോവുകയാണ്. അച്ഛനെ പുറത്തിറക്കാൻ അവൾക്ക് പണം വേണം. അല്ലാതെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ആ കുട്ടി ഇതിന് സമ്മതിച്ചത്. വിശ്വനാഥൻ വക്കീല് പറഞ്ഞു. അജിത്ത് ഒന്ന് ആലോചിച്ചു. മോഹനൻ വക്കീലിന് അവളെ നേരിട്ടറിയാമോ? നമുക്ക് വിശ്വസിക്കാമോ വിശ്വേട്ടാ? എനിക്ക് പണം ഒരു പ്രശ്നമല്ല, പക്ഷേ ഒരു വഞ്ചന അതുണ്ടാകരുത്, അത്രേ ഉള്ളൂ വിശ്വേട്ടാ, അജിത്ത് പറഞ്ഞു. കാര്യങ്ങളുടെ ഗൗരവമൊക്കെ ആ കുട്ടിക്ക് അറിയാം അജിത്ത്. പിന്നെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യത്തിന് തയ്യാറാകുമ്പോൾ അതിന്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാമല്ലോ. പിന്നെ നിന്റെ കാര്യമായതുകൊണ്ട് ഏതെങ്കിലും പെൺകുട്ടികളെ ഏർപ്പാടാക്കി തരാനും വയ്യ. ഇതാവുമ്പോൾ ഒരു പാവം കുട്ടിയാ. അതിന്റെ അവസ്ഥ നമ്മൾ ചൂഷണം ചെയ്യുകയാണോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിലാണ്. പക്ഷേ നിനക്ക് വിശ്വസിക്കാം, തറവാട്ടിൽ പിറന്ന കുട്ടിയാ. ഒരു ചതി എന്തായാലും ഉണ്ടാകില്ല. പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു. സാമ്പത്തിക സ്ഥിതി കാരണം പഠിത്തം നിർത്തിവെച്ചിരിക്കുകയാ. വിവാഹം കഴിയാത്ത കുട്ടിയായതുകൊണ്ട് നമുക്ക് സ്യൂട്ടാകും. മോഹനൻ അതിനോട് കാര്യം സൂചിപ്പിച്ചപ്പോൾ ആദ്യം അവൾ എന്തൊക്കെയോ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങളത് ഒഴിവാക്കി വിട്ടതായിരുന്നു. പിന്നെ ആ കുട്ടിയുടെ അവസ്ഥ കാരണം. വിശ്വനാഥൻ വക്കീല് പറഞ്ഞപ്പോൾ അജിത്ത് ഒന്ന് തലയാട്ടി. എന്തായാലും നീ അവളെ ഒന്ന് നേരിട്ട് കണ്ടു നോക്ക്. ഞാൻ ആ കുട്ടിയെ വിളിക്കാം. ഹലോ, പുറത്തിരിക്കുന്ന കുട്ടിയെ ഒന്ന് വിളിക്കാമോ? വിശ്വനാഥൻ ഇന്റർകോമിൽ അസിസ്റ്റന്റിനോട് പറഞ്ഞു. ഒരു നിമിഷം കഴിഞ്ഞ് വിശ്വനാഥൻ വക്കീലിന്റെ ഓഫീസ് റൂമിന്റെ വാതിൽ തുറന്നു. ദിയ പതുക്കെ അകത്തേക്ക് വന്നു. കടും നീലയും ചന്ദന കളറും കലർന്ന ഒരു ലളിതമായ ചുരിദാറായിരുന്നു അവളുടെ വേഷം. മുഖത്ത് വല്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു. അജിത്തിനെ കണ്ടതും അവൾ ഒന്നും മടിച്ചു. വരൂ ദിയ, ഇരിക്കൂ, വിശ്വനാഥൻ വക്കീല് പറഞ്ഞു. അജിത്ത് അപ്പോൾ അവളെ ഒന്ന് ശ്രദ്ധിച്ചു. അവളുടെ കണ്ണുകളിൽ പേടിയുണ്ടെങ്കിലും ഒരു ദൃഢനിശ്ചയമുണ്ടായിരുന്നതുപോലെ അവന് തോന്നി. അവളെന്തോ ഇരിക്കാൻ മടിക്കുന്നു എന്ന് തോന്നിയപ്പോൾ അജിത്ത് ഒന്നവളെ നന്നായി നോക്കി. കുട്ടി ഇരിക്കൂ, അവൻ അവളോട് പറഞ്ഞു. ഒരു പതർച്ചയോടെയാണെങ്കിലും ദിയ മെല്ലെ കസേരയിലിരുന്നു. എങ്ങനെ സംസാരിച്ചു തുടങ്ങണമെന്ന് വിശ്വനാഥൻ വക്കീലിന് അറിയില്ലായിരുന്നു. കുറച്ചു നേരത്തേക്ക് ഫാനിന്റെ ശബ്ദം മാത്രമാണ് മുറിയിൽ കേട്ടത്. കുറച്ചു കഴിഞ്ഞ് വിശ്വനാഥൻ വക്കീൽ ചെറിയൊരു മടിയോടെയാണ് തുടങ്ങിയത്. ദിയ മോളെ, അജിത്ത് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിന്നോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ. അജിത്തിന്റെ കൂടെ താമസിച്ച് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോവുക എന്നതാണ് കണ്ടീഷൻ. അതിൽ ബുദ്ധിമുട്ട് തോന്നരുത്. അജിത്ത് ഒരു ബിസിനസ്സുകാരനാണ്. കാര്യങ്ങൾ കൃത്യമായി നടക്കണമെന്ന് നിർബന്ധമുള്ള ആളാണ്. ദിയ അപ്പോൾ പതുക്കെ തലയാട്ടി. അവൾക്കറിയാമായിരുന്നു അച്ഛനെ ജയിലിൽ നിന്നിറക്കാൻ പണമെന്ന ആയുധമല്ലാതെ മറ്റൊരു മാർഗവും മുന്നിലില്ലെന്ന്. സാർ, എനിക്ക് സമ്മതമാണ്. അച്ഛന്റെ കേസ് ജയിക്കാൻ നല്ലൊരു വക്കീലിനെ വെക്കണം. പിന്നെ വണ്ടി അപകടത്തിൽപ്പെട്ട കുടുംബത്തിന് കൊടുക്കേണ്ട നഷ്ടപരിഹാരം വലിയൊരു തുകയാണെന്ന് എനിക്കറിയാം. അച്ഛൻ നിരപരാധിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ തെളിവുകളെല്ലാം അച്ഛനെതിരാണ്. അതുകൊണ്ട് കോടതി നിശ്ചയിക്കുന്ന പണം കൊടുത്ത് അച്ഛന്റെ ശിക്ഷ കുറയ്ക്കുകയേ വഴിയുള്ളൂ. അതിന് ഞാൻ എങ്ങനെ വേണമെങ്കിലും സഹകരിക്കാം സാർ. എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. അവൾ പറഞ്ഞപ്പോൾ അജിത്ത് അവളെ ശ്രദ്ധയോടെ നോക്കി. അവളുടെ വാക്കുകളിൽ നിഷ്കളങ്കതയും അതേസമയം ഒരു കരുത്തുമുണ്ടായിരുന്നു. ശരിക്കെന്താ കേസ്? അച്ഛൻ എങ്ങനെയാ അകത്തായത്? അജിത്ത് അപ്പോൾ അവളോട് ചോദിച്ചു. അത് സാർ, എന്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയാണ് റോഡരികിൽ ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് അച്ഛൻ കണ്ടത്. ഒരു മനുഷ്യനെന്ന നിലയിൽ അച്ഛൻ ആ വ്യക്തിയെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിച്ചു. അതുമാത്രമേ അച്ഛൻ ചെയ്തുള്ളൂ. പക്ഷേ അതൊരു അപകടമല്ലായിരുന്നു. MLAയുടെ മോനും ഒരാളും തമ്മിൽ വഴക്കുണ്ടായതായിരുന്നു. ആ പയ്യനാണ് അയാളെ വണ്ടി ഇടിച്ചത്. സത്യം പുറത്തു വന്നാൽ അവർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കിയ അവർ ആ കേസ് അച്ഛന്റെ തലയിൽ കെട്ടിവെക്കാൻ തീരുമാനിച്ചു. അച്ഛന്റെ കയ്യിലുള്ള പഴയ സ്കൂട്ടറാണ് ആ വ്യക്തിയെ തട്ടിയിട്ടതെന്നും അച്ഛനും ആ അപകടം പറ്റിയ ആളും മുൻപേ വഴക്കുണ്ടായിരുന്നെന്നും അവര് വരുത്തി തീർത്തു. എല്ലാ തെളിവുകളും ഇപ്പോൾ അച്ഛനെതിരാണ് സാർ. പറയുമ്പോൾ ദിയയുടെ കണ്ണുകൾ നിറഞ്ഞു. സി മിസ് ദിയ, പൈസയുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ദിയക്ക് ബാക്കി കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം. ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് അന്ന് മുതൽ ദിയക്ക് എന്റെ വീട്ടിൽ വരാം. പക്ഷേ ആ ദിവസം മുതൽ ദിയ എന്റെ കൺട്രോളിലായിരിക്കും. ദിയ തന്നെ ഒരു ഡേറ്റ് പറഞ്ഞോളൂ. എന്റെ വീട്ടിലേക്ക് എന്നാണ് വരുന്നത്? അജിത്ത് ചോദിച്ചു. ദിയ അല്പം ഒന്ന് പതറി. സാർ, ഞാൻ ഇന്ന് തന്നെ വരാൻ തയ്യാറാണ്. ഇന്നോ? ഇത്ര പെട്ടെന്നോ? അജിത്ത് അപ്പോൾ അത്ഭുതത്തോടെ അവളെ നോക്കി. ദിയയുടെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛന്റെ കേസ് നടത്താൻ പണമില്ലാതെ വന്നപ്പോൾ എന്റെ വീടൊരു കുടുംബത്തിന് ലീസിന് കൊടുത്തിരുന്നു. ആ കുടുംബം ഇന്ന് എന്റെ വീട്ടിൽ താമസത്തിനെത്തുകയാണ്. അവർക്ക് താക്കോല് കൊടുത്താണ് സാർ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്റെ കുറച്ച് ഡ്രസ്സ് മാത്രം എടുത്തുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. എനിക്ക് പോകാൻ വേറെ ഒരിടവുമില്ല. എനിക്ക് വേറെ വഴിയുമില്ല സാർ.
സാറിന് പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് തന്നെ വരാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു താമസ സൗകര്യം ചെയ്തു തരാൻ ദയവുണ്ടാകണം, അവൾ മെല്ലെ പറഞ്ഞു. അജിത്തും വിശ്വനാഥൻ വക്കീലും അപ്പോൾ പരസ്പരം നോക്കി. ദിയയുടെ അവസ്ഥ അവർക്ക് മനസ്സിലാക്കാവുന്നതായിരുന്നു. വിശ്വേട്ട, ഈ കുട്ടി ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ എനിക്ക് നോ പ്രോബ്ലം, ഇന്ന് തന്നെ വന്നോട്ടെ. ഞാൻ ഈ കുട്ടിയുടെ അസൗകര്യം പ്രമാണിച്ചാണ് ഒരു ഡേറ്റ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കാണണം. എന്റെ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടായിരുന്നു, ഞാൻ വിളിച്ചു പറഞ്ഞ് കൺസൾട്ടിംഗ് ബുക്ക് ചെയ്യാം. അതെന്തിനാണെന്ന് വെച്ചാൽ വേറെ ഉദ്ദേശത്തിലല്ല, എന്റെ മനസ്സിന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. ദിയ നിലവിൽ പ്രഗ്നന്റ് ഒന്നുമല്ല എന്ന് എനിക്ക് ഉറപ്പിക്കണം, എന്നെ തെറ്റിദ്ധരിക്കരുത്. അജിത്ത് പറഞ്ഞപ്പോൾ വിശ്വനാഥൻ വക്കീൽ ഒന്ന് തലയാട്ടി. നമ്മുടെ മീന ഡോക്ടർ അല്ലേ, എങ്കിൽ നീ വിളിച്ച് ബുക്കിംഗ് എടുത്തോളൂ അജിത്ത്. അജിത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് വിശ്വനാഥൻ വക്കീലും ഒപ്പം പറഞ്ഞു. എന്നാൽ ആ വാക്കുകൾ കേട്ടതും ദിയ ഞെട്ടിപ്പോയി. അവളുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു. അത് അപമാനം കൊണ്ടുള്ള കണ്ണുനീരായിരുന്നു. സാർ, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. അവൾക്ക് വാക്കുകൾ കിട്ടിയില്ല. അവളെന്തോ അവിടെ ഇരുന്ന് കരഞ്ഞുപോയി. വിശ്വനാഥൻ വക്കീലിനും അജിത്തിനും അപ്പോൾ തങ്ങൾ പറഞ്ഞത് തെറ്റായി പോയെന്ന് തോന്നി. അജിത്ത് അപ്പോൾ വേഗം പറഞ്ഞത് തിരുത്തി. ക്ഷമിക്കണം ദിയ, നിന്നെ അപമാനിച്ചതല്ല. ഞാൻ ആരെയും വിശ്വസിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയിലാണ്. എന്റെ ജീവിതത്തിൽ ഒരുപാട് ചതികൾ ഉണ്ടായിട്ടുണ്ട്. സോ ഇതിന്റെ പേരിൽ എനിക്ക് പിന്നീട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്. അതുകൊണ്ട് ദിയ ഇത് കേവലം ഒരു നടപടിക്രമം മാത്രമായി കാണണം. ദിയ അപ്പോൾ കണ്ണു തുടച്ചു. അവളുടെ അഭിമാനം പാടെ മുറിഞ്ഞിരുന്നുവെങ്കിലും അച്ഛനെ ഓർത്ത് അവൾ ഒന്നും മിണ്ടിയില്ല. വിശ്വനാഥൻ വക്കീൽ അപ്പോൾ കബോർഡിൽ നിന്ന് ഒരു പേപ്പർ എടുത്തു. ഇതൊരു അഗ്രിമെന്റ് ആണ്. മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങളൊരു ലിവിംഗ് റിലേഷൻഷിപ്പിലാണ്. നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുന്നു. ശേഷം ദിയ കുഞ്ഞിനെ പ്രസവിക്കുന്നു. പിന്നീട് നിങ്ങൾ പിരിയുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞ് അജിത്തിൻ്റെത് മാത്രമായിരിക്കുമെന്നൊരു ഉറപ്പിന് വേണ്ടിയാണ് ഈ അഗ്രിമെന്റ്. കുറച്ചുനാൾ കഴിഞ്ഞ് നിങ്ങൾ പിരിയുമ്പോൾ സാധാരണ ഒരു റിലേഷൻഷിപ്പിൽ അമ്മയ്ക്കുണ്ടാകുന്ന യാതൊരു ബന്ധവും ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ ദിയയ്ക്ക് ഉണ്ടാകില്ല. ഇത് നിയമപരമല്ലെങ്കിലും നമ്മൾ തമ്മിലുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉറപ്പിന് വേണ്ടി ദിയ ഒപ്പിടണം. ഇതാ. വിശ്വനാഥൻ വക്കീൽ പേപ്പർ അവൾക്ക് നേരെ നീട്ടി. ഇത് നിന്റെയും അജിത്തിന്റെയും ഇടയിലുള്ള കരാറാണ്. അച്ഛന്റെ കേസ് നടത്തുമെന്നും അതിനുവേണ്ടി വരുന്ന മുഴുവൻ ചെലവുകളും അജിത്ത് വഹിക്കുമെന്നും പകരം അജിത്തിന്റെ നിബന്ധനകൾ നീ പാലിക്കുമെന്നും ഇതിൽ എഴുതിയിട്ടുണ്ട്. വിശ്വനാഥൻ വക്കീൽ നിർവികാരമായി പറഞ്ഞു. ദിയ പേനയിലേക്ക് നോക്കി. അവളുടെ കൈവിരലുകൾ നേരിയ തോതിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ ജനാലയിലൂടെ പുറത്തെ ആകാശത്തേക്ക് നോക്കിയപ്പോൾ അത് മഴക്കാറ് കാരണം അല്പം മങ്ങി തുടങ്ങിയിരുന്നു. അതുപോലെ തന്നെ ഇരുൾ മൂടിക്കിടക്കുകയായിരുന്നു അവളുടെ മനസ്സും. അപ്പോൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒപ്പാണ് ഇടാൻ പോകുന്നതെന്ന് അവൾക്കറിയാമായിരുന്നു. സ്വന്തം മാനത്തെയും അന്തസ്സിനെയും പണയം വെച്ചുകൊണ്ടുള്ള ഒപ്പ്. അജിത്ത് ദിയയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അടർന്ന കടലാസിലേക്ക് വീണു. ആ ഉപ്പുവെള്ളം ആ പേപ്പറിൽ ഒരു പാടുണ്ടാക്കി. പക്ഷെ എന്തോ അജിത്തിന്റെ മനസ്സിൽ ഒന്നും തോന്നിയില്ല. അത് കഴിഞ്ഞ ശേഷം വിശ്വനാഥൻ വക്കീൽ ദിയയുടെ അക്കൗണ്ട് നമ്പർ വാങ്ങിച്ചെടുത്തു. അവൾക്ക് ഒരിക്കൽ പോലും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു വലിയ തുകയ്ക്ക് അവർ കരാർ ഉറപ്പിച്ചു. ശേഷം വിശ്വനാഥൻ വക്കീൽ ആ കടലാസുകൾ വാങ്ങി ഒന്ന് പരിശോധിച്ചു. ശരി, എല്ലാം ഓക്കെയാണ്. ഇനിയിപ്പോ ഹോസ്പിറ്റൽ പ്രൊസീജിയർ എന്താന്ന് വെച്ചാൽ നീ ദിയയെ കൂട്ടിപ്പോയിട്ട് ചെയ്യുമല്ലോ അല്ലേ? വിശ്വനാഥൻ വക്കീൽ അവനോട് ചോദിച്ചു. ഓക്കെ വിശേട്ടാ, എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ബാക്കി കാര്യങ്ങൾക്ക് ഞാൻ ചെന്നിട്ട് ഫോൺ വിളിക്കാം. അജിത്ത് അത് പറഞ്ഞ് വിശ്വനാഥൻ വക്കീലിന് കൈകൊടുത്തു. ശേഷം അവൻ എഴുന്നേറ്റു. വാ പോകാം, അവൻ ദിയയോട് പറഞ്ഞു. അവർ ഓഫീസ് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. വക്കീലിന്റെ ഓഫീസിലെ മറ്റ് ജീവനക്കാർ അവരുടെ അടുത്തുകൂടി നടന്നു പോകുമ്പോൾ ദിയ തല കുനിച്ചു പിടിച്ചു. ആ വരാന്തയിലെ തറയിലൂടെ നടക്കുമ്പോൾ തന്റെ കാലുകൾ നിലത്തുറയ്ക്കുന്നില്ലെന്ന് അവൾക്ക് തോന്നി. കോണിപ്പടികൾ ഇറങ്ങുമ്പോൾ അജിത്ത് അവളോട് ചേർന്ന് നടന്നു. പുറത്തെത്തിയപ്പോൾ വെയിൽ മുഴുവനും കുറഞ്ഞിരുന്നു. ഫുൾ മഴക്കാറായി മാറിയിരുന്നു. അജിത്തിന്റെ വലിയ കറുത്ത കാർ പോർച്ചിൽ കിടപ്പുണ്ടായിരുന്നു. ഡ്രൈവർ വേണു അജിത്തിനെ കണ്ടതും ഓടിയെത്തി ഡോർ തുറന്നു കൊടുത്തു. അജിത്ത് അപ്പോൾ ദിയയ്ക്ക് നേരെ തിരിഞ്ഞു. ഇന്നു മുതൽ നീ യാത്ര ചെയ്യുന്നത് ഈ കാറിലായിരിക്കും, കയറിക്കോ. അവൾ അപ്പോൾ കാറിന്റെ പിൻസീറ്റിലേക്ക് കയറി. അവൾക്കൊപ്പമാണ് അജിത്തും കയറിയത്. സീറ്റിൽ അമർന്നിരുന്നപ്പോൾ വല്ലാത്തൊരു തണുപ്പ് അവൾക്ക് അനുഭവപ്പെട്ടു. ശേഷം ഡ്രൈവർ വേണു ഡ്രൈവിംഗ് സീറ്റിൽ കയറി എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. കാർ മുന്നോട്ടെടുക്കുമ്പോൾ ദിയ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി. കാർ അല്പം ദൂരം കഴിഞ്ഞ് അവൾ പഠിച്ച സ്കൂളിനരികിലൂടെ കടന്നുപോയി. പണ്ട് സ്കൂളിലേക്ക് പോകാൻ അച്ഛന്റെ കൈപിടിച്ച് ദിയ ഓടിയിരുന്ന അതേ റോഡ്. ആ റോഡരികിലെ പഴയ മരങ്ങളും അവരെന്നും ഐസ്ക്രീം വാങ്ങി കഴിച്ചിരുന്ന ചെറിയ കടകളുമെല്ലാം അതുപോലെ തന്നെ അവിടെയുണ്ട്. ആ റോഡിലൂടെ കടന്നു പോകുമ്പോൾ അവളുടെ ഉള്ളിൽ പഴയ ഓർമ്മകൾ അണപൊട്ടി ഒഴുകി. മോളെ വേഗം നടക്ക്, സ്കൂളിലെത്താൻ വൈകും.
എന്ന് പറഞ്ഞ് അച്ഛൻ അവളുടെ കൈ വിടാതെ ചേർത്തു പിടിച്ചിരുന്നത് അവൾക്ക് ഓർമ്മ വന്നു. അന്നത്തെ ആ ചിരിയും തമാശകളും ഇപ്പോൾ കേവലം ഓർമ്മകൾ മാത്രമാണ്. തന്റെ ജീവിതത്തിൽ ഇത്ര വലിയൊരു വിള്ളൽ വീഴുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അച്ഛന്റെ കൈവിട്ട് ഇന്ന് താൻ അപരിചിതനായ ഒരാളുടെ കാറിൽ അപരിചിതമായൊരു ജീവിതത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പുറത്തെ കാഴ്ചകൾ അവൾക്ക് മങ്ങാൻ തുടങ്ങി. തന്റെ ബാല്യവും കൗമാരവുമെല്ലാം കടന്നുപോയത് ഈ വഴികളിലൂടെയാണ്. കഷ്ടപ്പാടുകളും ഇല്ലായ്മകളും ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും അച്ഛൻ ഒരു കുറവും അറിയിച്ചിട്ടില്ല. പെട്ടെന്നാണ് ജീവിതം ഇങ്ങനെയൊക്കെ വഴിമാറിയത്. എന്നാൽ അത് അച്ഛനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ അതിന് നൽകേണ്ടി വരുന്ന വില സ്വന്തം ജീവിതം തന്നെയാണോ? അച്ഛൻ അറിഞ്ഞാൽ നെഞ്ചു പൊട്ടി മരിക്കും. ഒരിക്കലും അച്ഛൻ ഇതറിയാൻ പാടില്ല. അച്ഛൻ ശിക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒന്നും സംഭവിക്കാത്തതുപോലെ ഞാൻ അച്ഛനെ കാണും, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. ശേഷം അവൾ അജിത്തിനെ ഒന്ന് നോക്കി. അവൻ വളരെ ശാന്തനായി ഇരിക്കുകയാണ്. അവൾക്ക് അവനോട് ദേഷ്യം തോന്നിയില്ല, മറിച്ച് സ്വന്തം വിധിയോടായിരുന്നു സഹതാപം. നെഞ്ചിലൊരു വലിയ കനം തൂങ്ങുന്നുണ്ടായിരുന്നു. ആ വിങ്ങിപ്പൊട്ടൽ പുറത്തു കാണിക്കാതെ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. കാർ നേരെ ചെന്നത് നഗരത്തിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിലേക്കാണ്. അജിത്ത് മുൻപ് ഇങ്ങനെ ഒരു ചിന്ത തോന്നിയപ്പോൾ തന്നെ അവന്റെ പരിചയത്തിലുള്ള ഡോക്ടറുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ പെൺകുട്ടിയെ കൂടെ ഒത്തുകിട്ടിയപ്പോൾ അവൻ കാറിൽ ഇരുന്നു കൊണ്ട് ഡോക്ടറെ വിളിച്ചു ബുക്കിംഗ് എടുത്തു. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ എത്തി. ഗൈനക്കോളജിസ്റ്റ് മീന മേഡവുമായി അജിത്ത് സംസാരിച്ചു. ശേഷം ഡോക്ടറുടെ മുറിയിൽ വെച്ച് നടന്ന പരിശോധനകൾ ദിയയെ വല്ലാതെ തളർത്തി. എങ്കിലും അവൾ അതെല്ലാം മൗനമായി സഹിച്ചു. ശേഷം അവൾ കന്യകയാണെന്ന് ഉറപ്പുവരുത്തിയുള്ള ഡോക്ടറുടെ റിപ്പോർട്ട് അജിത്തിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ദിയയുടെ മുഖം സങ്കടം കൊണ്ട് വല്ലാതായി പോയിരുന്നു. അജിത്ത് അപ്പോൾ റിപ്പോർട്ട് കണ്ട് ഒന്ന് തലയാട്ടി. ശേഷം അവൻ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞ് ദിയയെ നോക്കി. വരൂ ദിയ, ഇനി നമുക്ക് പോകാം. ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി അജിത്തിന്റെ വീട്ടിലേക്ക് കാർ കുതിക്കുമ്പോൾ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. AC-യുടെ തണുപ്പ് മാത്രം ബാക്കി വെച്ചുകൊണ്ട് കാർ അവന്റെ വീട് ലക്ഷ്യമാക്കി പാഞ്ഞു. രാത്രി 8 മണിയോടെയാണ് അജിത്തിന്റെ ആഡംബര ബംഗ്ലാവിന്റെ ഗേറ്റ് തുറന്നത്. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി മരങ്ങൾ നിറഞ്ഞ വലിയൊരു കോമ്പൗണ്ടിനുള്ളിൽ ആ വീടൊരു കൊട്ടാരം പോലെ നിലകൊണ്ടു. കാറിൽ നിന്നിറങ്ങിയ ദിയ ചുറ്റും നോക്കി. വലിയ വെളിച്ചമുള്ള പോർച്ചും അകത്തേക്ക് നീളുന്ന വഴിയും അവളിൽ ഒരു തരം ഭയം ജനിപ്പിച്ചു. അജിത്ത് അപ്പോൾ കാറിൽ നിന്നിറങ്ങി ദിയയെ നോക്കി. അവളുടെ മുഖത്തെ ആ ഭയം അവന് കാണാമായിരുന്നു. പേടിക്കണ്ട, ദിയ വന്നോളൂ, അവൻ ശാന്തമായി പറഞ്ഞു. അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. വലിയൊരു ഹാൾ, വിലപിടിപ്പുള്ള അലങ്കാരങ്ങൾ. ദിയ പതുക്കെ അജിത്തിന് പിറകിലായി നടന്നു. അജിത്ത് അവളെ 2ാം നിലയിലെ വലിയൊരു റൂമിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. വാതിൽ തുറന്നപ്പോൾ ദിയ അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടി. അത് അങ്ങേയറ്റം ആഡംബരപൂർണമായ ഒരു മുറിയായിരുന്നു. ഇതാണ് ദിയ, ഇനി നിന്റെ മുറി. ഇന്നു മുതൽ നീ ഇവിടെ താമസിക്കണം, അജിത്ത് പറഞ്ഞു. ദിയ അത്ഭുതത്തോടെ അവനെ നോക്കി. എന്റെ മുറിയോ? അവൾ പതിയെ ചോദിച്ചു. അജിത്ത് അപ്പോൾ അവൾക്കരികിലേക്ക് വന്നു. അതെ, നമ്മൾ ഒന്നിച്ച് താമസിച്ചു വേണം ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. മെഡിക്കൽ ട്രീറ്റ്മെന്റിലൂടെ ഗർഭം ധരിക്കുന്നതിനേക്കാൾ വിശ്വാസം എനിക്ക് നോർമൽ രീതിയാണ്. അതിനെനിക്ക് എന്റേതായ ചില കാരണങ്ങളുണ്ട്. ദിയ അപ്പോൾ ഒന്നും മിണ്ടിയില്ല, തല താഴ്ത്തി നിന്നു. അവളുടെ മനസ്സിൽ അച്ഛന്റെ മുഖം മാത്രമായിരുന്നു. നോക്കൂ ദിയ, ഇവിടെ നിനക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. താഴെ 3 ജോലിക്കാരുണ്ട്. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും അവരോട് പറയാം. പിന്നെ ഇതൊരു പ്രോസസ് മാത്രമായി കാണണം. നീ എന്റെ കൂടെ ജീവിക്കുന്നു എന്ന് കരുതി നിന്റെ വ്യക്തിത്വം കളങ്കപ്പെടുന്നില്ല. എന്റെ കുഞ്ഞിനു വേണ്ടിയുള്ള ഒരു കവചം മാത്രമായി ഇതിനെ കണ്ടാൽ മതി. നിന്റെ ഡ്രസ്സൊക്കെ ഈ അലമാരയിൽ വെച്ചോ. അതിൽ എന്റെ വസ്ത്രങ്ങൾ കുറവാണ്. ഇനി അതും പോരെങ്കിൽ അപ്പുറത്തുനിന്ന് അലമാര ഇങ്ങോട്ടെടുക്കാം. ഡ്രസ്സുകൾ വേണമെങ്കിൽ പുതിയത് വാങ്ങാം. ഇനി ഈ സൗകര്യങ്ങളൊന്നും പോരെങ്കിൽ എന്തു മാറ്റം വേണമെങ്കിലും വരുത്താം. ഇപ്പൊ നീ ചെന്ന് കുളിച്ച് ഫ്രഷ് ആയിക്കോ. അജിത്ത് തന്റെ ഫോൺ കയ്യിലെടുത്ത് കട്ടിലിരുന്നു. ദിയ അപ്പോൾ പേടിയോടെ ഒന്ന് അവിടെ നിന്നു. ശേഷം പതിയെ തന്റെ ബാഗിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് പതിയെ ബാത്റൂമിലേക്ക് കയറി. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അജിത്ത് അതേ കട്ടിലിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ നനഞ്ഞ മുടിയകൾ തോർത്തുമ്പോൾ അജിത്ത് ഒരു നിമിഷം അവളെ നോക്കി. പിന്നീട് അവൻ എഴുന്നേറ്റ് കുളിക്കാൻ പോയി. അവൻ തിരികെ വരുമ്പോൾ ദിയ ജനലരികിൽ വലിയ പൂന്തോട്ടത്തിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഭക്ഷണം കഴിക്കാം, അജിത്ത് അവളെ വിളിച്ചു. ഹാളിലെത്തിയപ്പോൾ ജോലിക്കാർ മേശയിൽ ഭക്ഷണം നിരത്തുന്നുണ്ടായിരുന്നു. ദിയയെ കണ്ടപ്പോൾ അവർ പരസ്പരം നോക്കി. അജിത്ത് അപ്പോൾ ഗൗരവത്തോടെ പറഞ്ഞു, ഇത് ദിയ, ഇവൾ കുറച്ചുനാൾ എന്നോടൊപ്പം ഉണ്ടാകും. ഇവൾക്ക് വേണ്ട ഭക്ഷണം കൃത്യമായി പ്രിപ്പയർ ചെയ്തു കൊടുക്കണം. ജോലിക്കാർ അപ്പോൾ ബഹുമാനത്തോടെ തലയാട്ടി. ദിയ അവനൊപ്പം ഇരുന്ന് പതിയെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം അവർ റൂമിലേക്ക് മടങ്ങി. അജിത്ത് മുറിയുടെ വാതിൽ ലോക്ക് ചെയ്തു. വാതിൽ അടയുന്ന ശബ്ദം ദിയയുടെ നെഞ്ചിൽ ഒരു വലിയ ഭാരമായി തോന്നി.
ദിയ ഇവിടെ വന്ന് കിടന്നോളൂ. അജിത്ത് അപ്പോൾ കട്ടിലിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു. ദിയ വിറയ്ക്കുന്ന കാലുകളോടെ ചെന്ന് കട്ടിലിന്റെ ഒരറ്റത്തിരുന്നു. അജിത്ത് അവൾക്ക് തൊട്ടരികിലായി വന്നു കിടന്നു. കിടന്നോളൂ, അജിത്ത് വീണ്ടും പറഞ്ഞു. നിശബ്ദത മാത്രം ആ മുറിയിൽ നിറഞ്ഞു നിന്നു. കുറച്ചു നേരത്തിനു ശേഷം അജിത്ത് മെല്ലെ ദിയയുടെ അടുത്തേക്ക് തിരിഞ്ഞു കിടന്നു. ദിയയുടെ കണ്ണുകൾ നിറഞ്ഞു. അജിത്ത് അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നീങ്ങി. വസ്ത്രങ്ങൾ മാറ്റാൻ ശ്രമിച്ചപ്പോൾ ദിയ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവളുടെ മനസ്സിൽ അച്ഛന്റെ മുഖം തെളിഞ്ഞു. അച്ഛാ, എനിക്ക് വയ്യ. അച്ഛനെ രക്ഷിക്കാൻ എനിക്ക് വേറെ വഴിയില്ലാഞ്ഞിട്ടാ. അജിത്ത് അപ്പോൾ അവളുടെ കുർത്തയുടെ കയ്യിൽ പിടിച്ചു മെല്ലെ താഴേക്ക് വലിച്ചു. ഓരോ ചലനവും വളരെ സാവധാനത്തിലായിരുന്നു. വസ്ത്രങ്ങൾ നീക്കുമ്പോൾ അവളുടെ തൊലിപ്പുറത്ത് അവന്റെ വിരലുകൾ സ്പർശിച്ചപ്പോൾ ദിയയുടെ ശരീരം ഒന്നടങ്കം വിറച്ചു. അവൾ കണ്ണുകൾ അമർത്തി അടച്ചു പിടിച്ചു. സങ്കടം കൊണ്ട് അവൾ അവളുടെ പല്ലുകൾ കടിച്ചു പിടിച്ചിരുന്നു. എങ്ങനെയെങ്കിലും ആ വേദനയും അപമാനവും സഹിച്ചു തീർക്കാനുള്ള വ്യഗ്രത അവളിലുണ്ടായിരുന്നു. ദിയ, പേടിക്കണ്ട, ആർ യു ഓക്കേ? അജിത്ത് മെല്ലെ ചോദിച്ചു. അവൾക്ക് മറുപടി പറയാൻ സാധിച്ചില്ല. അവളുടെ തൊണ്ടയിൽ ഒരു വലിയ തടസ്സം അനുഭവപ്പെട്ടു. അജിത്ത് അവളുടെ വസ്ത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ദിയയുടെ മനസ്സിൽ ദൃശ്യങ്ങൾ മാറി മറിയുകയായിരുന്നു. ജയിലിലെ ഇരുമ്പഴിക്കുള്ളിൽ തളർന്നിരിക്കുന്ന അച്ഛൻ. അവൾക്ക് അച്ഛനെ മോചിപ്പിക്കാനുള്ള ഏക വഴി അതുമാത്രമായിരുന്നു. ആ ചിന്ത വന്നപ്പോൾ അവൾ കൂടുതൽ മുറുകിക്കിടന്നു. അവളുടെ കവിളിലൂടെ കണ്ണുനീർ ഗതിമാറി ഒഴുകി തലയിണയിലേക്ക് വീണു. അവൾ അപ്പോഴും കണ്ണുകൾ തുറന്നില്ല. എന്നാൽ അജിത്ത് അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അജിത്തിന്റെ നോട്ടത്തിൽ ആ സമയത്തെ ആഗ്രഹത്തെക്കാൾ ഉപരിയായി ഒരു തരം ഉടമസ്ഥതയായിരുന്നു ഉണ്ടായിരുന്നത്. അവൾ പൂർണ്ണമായും അവന്റെ മുന്നിൽ നിസ്സഹായയായി കിടന്നു. ആ നിമിഷം അവൾക്ക് തോന്നിയത് താൻ വെറും ഒരു വസ്തുവായി മാറിക്കഴിഞ്ഞു എന്നാണ്. അജിത്ത് അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേയില്ല. അവളുടെ ഭയവും കണ്ണുനീരും അവനെ ഒട്ടും അലോസരപ്പെടുത്തിയില്ല. താൻ ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന തിരിച്ചറിവ് അവനെ കൂടുതൽ നിശ്ചയദാർഢ്യമുള്ളവനാക്കിയിരുന്നു. അവൻ പതുക്കെ അവളിലേക്ക് താഴ്ന്നു. അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ അടഞ്ഞ കണ്ണുകളുമായി മന്ത്രിച്ചു. അച്ഛൻ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ഈ കളങ്കം അച്ഛന് വേണ്ടിയാണല്ലോ എന്നോർത്തുകൊണ്ട് അവൾ മനസ്സിനെ ബലപ്പെടുത്തി. തനിക്ക് വേണ്ടതെല്ലാം മറ്റൊരുത്തന്റെ മുന്നിൽ അടിയറവ് വെക്കുമ്പോൾ അവളുടെ കണ്ണിൽ അച്ഛന്റെ മുഖം മാത്രമായിരുന്നു. ആ ഇരുണ്ട വെളിച്ചത്തിൽ കണ്ണുനീർ തുള്ളികൾ അവളുടെ കവിളിലൂടെ അളവില്ലാതെ വീണ്ടും ധാരാളമായി ഒലിച്ചിറങ്ങി. പക്ഷേ താനായിട്ടെടുത്ത തീരുമാനമായതുകൊണ്ട് അജിത്തിനെ കുറ്റപ്പെടുത്താനും വയ്യ. ആ ആള് തന്നെ കടന്നു പിടിച്ചതല്ല. എല്ലാം സമ്മതിച്ച് താൻ ഒപ്പം വന്നതാണ്. സമയം കടന്നുപോയി. എല്ലാം കഴിഞ്ഞപ്പോൾ അജിത്ത് അവളിൽ നിന്ന് അകന്നു മാറി. ദാ കുടിച്ചോളൂ. അവൻ അപ്പുറത്തുണ്ടായിരുന്ന വെള്ളക്കുപ്പി എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങി കുടിച്ചു. ഒന്നും സംസാരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ ആ പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടി കിടന്നു. അജിത്ത് തൊട്ടപ്പുറത്തായി മാറിക്കിടന്നു. പിറ്റേന്ന് മുതൽ അവർ ഒരുമിച്ചുള്ള ദിവസങ്ങൾ ആരംഭിച്ചു. ദിയ അജിത്തിന്റെ വീട്ടിലേക്ക് വന്നതോടെ ആ വലിയ ബംഗ്ലാവിന്റെ അന്തരീക്ഷം തന്നെ പതിയെ മാറാൻ തുടങ്ങി. എന്നും മൗനവും ഗൗരവവും മാത്രം തങ്ങി നിന്നിരുന്ന ആ വീടിന്റെ ഇടനാഴികളിൽ ദിയയുടെ സാന്നിധ്യം ഒരു പുതിയ വെളിച്ചം നിറച്ചു. അജിത്തിന്റെ മനസ്സിനെ അലട്ടിയിരുന്ന സംശയങ്ങളും ദേഷ്യവും ദിയയുടെ നിഷ്കളങ്കമായ പെരുമാറ്റത്തിനു മുന്നിൽ പതിയെ അലിഞ്ഞു തീരാൻ തുടങ്ങിയിരുന്നു. തന്റെ കുഞ്ഞിനു വേണ്ടി ആയതുകൊണ്ട് ഗർഭിണിയാകുന്നതിനു മുൻപ് തന്നെ അജിത്ത് ദിയയുടെ ആരോഗ്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തി തുടങ്ങി. അവൾക്ക് വേണ്ടിയുള്ള പോഷകാഹാരങ്ങളും മരുന്നുകളും കൃത്യസമയത്തെത്തിക്കാൻ അവൻ ശ്രദ്ധിച്ചു. ദിയയാകട്ടെ തന്റെ വേദനകൾ മറന്ന് ആ വീടിനെ കൂടുതൽ സുന്ദരമാക്കാൻ ശ്രമിച്ചു. അജിത്തിന്റെ വീട്ടിലെ ഓരോ മൂലയിലും അവൾ തന്റെ സ്നേഹം കൊണ്ടൊരു ചെറിയ ഇടമുണ്ടാക്കിയിരുന്നു. അവരുടെ ജീവിതം ഒരു കരാറിന്റെ പുറത്താണെങ്കിൽ പോലും അതിലറിയാതെയെങ്കിലും ഒരു കുടുംബത്തിന്റെ ഇഴയടുപ്പം രൂപപ്പെടുകയായിരുന്നു. അജിത്തിന്റെ കാർ പോർച്ചിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ദിയ ജനലിലൂടെ നോക്കി നിൽക്കും. വൈകുന്നേരം ഓഫീസിൽ നിന്നും മടങ്ങിയെത്തുമ്പോൾ അവൾക്കായി എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാൻ അവൻ മറക്കാറില്ല. അവർ ഒരേ മേശയിലിരുന്ന് ഭക്ഷണം കഴിച്ചു. ചെറിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങി. രാത്രികൾ അവരുടേതായിരുന്നു. ആ വലിയ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അവർ ഒരേ ബെഡ് പങ്കിട്ടു. ആദ്യമൊക്കെ അജിത്ത് ദിയയിൽ നിന്നൊരകലം പാലിച്ചിരുന്നു. എന്നാൽ ദിയയുടെ നിഷ്കളങ്കതയും അവൾ കാണിക്കുന്ന കരുതലും അവനെ അകലത്തിൽ നിന്ന് അവൻ അറിയാതെ തന്നെ പതുക്കെ പിന്തിരിപ്പിക്കുന്നുണ്ടായിരുന്നു. രാത്രികളിൽ അവൾക്ക് ക്ഷീണം തോന്നുമ്പോൾ അവൾ അറിയാതെ അജിത്തിന്റെ തോളിൽ തല ചായ്ച്ചുറങ്ങുമായിരുന്നു. അവൻ അവളെ തട്ടി മാറ്റുന്നതിന് പകരം പതുക്കെ അവളെ ചേർത്ത് പിടിച്ചു കിടന്നു. ആ സ്പർശനത്തിൽ ഒരു സുരക്ഷിതത്വമുണ്ടെന്ന് അവർ രണ്ടുപേരും തിരിച്ചറിയാൻ തുടങ്ങി. ഒന്നും പറയാതെ തന്നെ അവർക്കിടയിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാരുടെ ഇഴയടുപ്പം രൂപപ്പെട്ടു. അജിത്തിന്റെ വസ്ത്രങ്ങൾ ഒതുക്കി വെക്കുന്നതും അവൻ ജോലിയിൽ മുഴുകുമ്പോൾ അവൾ അവനരികിൽ നോക്കിയിരിക്കുന്നതുമെല്ലാം അവന് വളരെ സന്തോഷമായിരുന്നു. അത് അവന്റെ ജീവിതത്തിനും ആ വീടിനും ഒരു പൂർണ്ണത നൽകുന്നുണ്ടായിരുന്നു.
ഒരു ദിവസം അജിത്ത് ഓഫീസിൽ നിന്ന് വരുമ്പോൾ കയ്യിൽ ചെറിയൊരു കവറുമായിട്ടാണ് വന്നത്. അവനത് ദിയയുടെ കൈകളിലേക്ക് നീട്ടി. ഒരു പ്രഗ്നൻസി കിറ്റ് ആയിരുന്നു അത്. ഇതാ, 1 മാസമായില്ലേ, ഇത് കയ്യിൽ വെച്ചോളൂ, ഒന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം. റിസൾട്ട് എന്താണെന്ന് നമുക്കറിയണമല്ലോ. നമുക്ക് പ്രതീക്ഷിക്കാം, എല്ലാം നല്ലതിനായിരിക്കും. അജിത്ത് അവളോട് വളരെ മൃദുവായി പറഞ്ഞു. ദിയ അപ്പോൾ ഒന്നും പറയാതെ അത് വാങ്ങി. വാ, റൂമിൽ ചെന്ന് നോക്കാം. അവൻ അത് പറഞ്ഞു മുകളിലേക്ക് നടന്നു. ദിയ അവന് പിറകെ കിറ്റുമായി ചെന്നു. അജിത്ത് അവരുടെ ബെഡ്റൂമിലേക്ക് അവളെ കൊണ്ടു ചെന്ന് വാതിൽ പതുക്കെ അടച്ചു. ചെല്ല് ദിയ, നോക്കിയിട്ട് വാ, ഞാൻ ഇവിടെ കാത്തിരിക്കാം. ദിയ അപ്പോൾ വിറയ്ക്കുന്ന കൈകളോടെ ബാത്റൂമിലേക്ക് നടന്നു. അജിത്ത് വാതിലിന് പുറത്തുടനീളം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. താൻ എന്തിനാണ് ഇത്രയേറെ പരിഭ്രമിക്കുന്നതെന്ന് അവന് തന്നെ അറിയില്ലായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം വാതിൽ പതിയെ തുറന്നു. ദിയ പുറത്തേക്ക് വന്നു. അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു, ശ്വാസം എടുക്കാൻ പോലും പ്രയാസപ്പെടുന്നത് പോലെ. എന്തായി ദിയ? അജിത്ത് ആകാംക്ഷയോടെ ചോദിച്ചു. ദിയ ഒന്നും മിണ്ടിയില്ല. പകരം കയ്യിലുണ്ടായിരുന്ന ടെസ്റ്റ് കിറ്റ് അജിത്തിന്റെ നേരെ നീട്ടി. അതിൽ തെളിഞ്ഞു നിന്ന 2 ചുവന്ന വരകൾ കണ്ടതും അജിത്തിന്റെ ശ്വാസം നിലച്ചുപോയി. അവൻ അത് വാങ്ങി വീണ്ടും സൂക്ഷിച്ചു നോക്കി. പോസിറ്റീവാണ് സാർ, ദിയ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അജിത്തിന്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞൊഴുകി. താൻ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ലെന്ന് കരുതിയ നിമിഷം, തന്റെ സ്വന്തം കുഞ്ഞ്. സന്തോഷം കൊണ്ട് അവന്റെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അജിത്തിന്റെ കണ്ണുകളിൽ വിടർന്ന സന്തോഷം കണ്ടപ്പോൾ ദിയയുടെ ഉള്ളിൽ ഒരു ചെറിയ വിങ്ങൽ തോന്നി. ഈ നിമിഷങ്ങളൊക്കെ തന്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യമായിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു. അജിത്ത് തന്റെ ശരിക്കുമുള്ള ഭർത്താവായിരുന്നെങ്കിലെന്ന് ഒരു നിമിഷം അവൾ അറിയാതെ ആഗ്രഹിച്ചു പോയി. അജിത്ത് ഉടൻ തന്നെ തന്റെ ഫോൺ എടുത്ത് ഡോക്ടർ മീനയെ വിളിച്ചു. ഹലോ ഡോക്ടർ, ദിയ ഇന്ന് കിറ്റിൽ നോക്കി, പോസിറ്റീവാണ്, ദിയ പ്രഗ്നന്റ് ആണ് ഡോക്ടർ. അജിത്തിന്റെ വാക്കുകളിൽ അപ്പോഴുള്ള വിറയൽ ഡോക്ടർ മീനയ്ക്ക് മനസ്സിലാക്കാവുന്നതായിരുന്നു. ഡോക്ടർ അപ്പോൾ അപ്പുറത്തു നിന്ന് സന്തോഷത്തോടെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അജിത്ത് ഫോൺ ദിയയ്ക്ക് നേരെ തിരിച്ചു പിടിച്ചു. ഡോക്ടർ അവളോട് സംസാരിക്കാൻ തുടങ്ങി. കൺഗ്രാറ്റ്സ് ദിയ, ഇപ്പോൾ എങ്ങനെയുണ്ട്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇനി ഭക്ഷണ കാര്യത്തിലും മരുന്നുകളുടെ കാര്യത്തിലും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ദിയയ്ക്ക് എന്താണിപ്പോൾ കഴിക്കാൻ തോന്നുന്നതെന്ന് വെച്ചാ വാങ്ങിച്ചു കഴിച്ചോളൂ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ പറയണം കേട്ടോ. ഡോക്ടർ ഫോൺ വെച്ച ശേഷം അജിത്ത് ദിയയുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ മുഖത്ത് ആശ്വാസവും സന്തോഷവും ഒരുപോലെ നിഴലിക്കുന്നുണ്ടായിരുന്നു. എക്സൈറ്റ്മെന്റ് കൊണ്ട് അവൻ ദിയയെ കസേരയിൽ ഇരുത്തി അവളുടെ തലയിൽ കൈവച്ചൊന്ന് തലോടി. ശേഷം അവളോട് ചോദിച്ചു, ദിയ, നിനക്കിപ്പോ എന്താണ് വേണ്ടത്? എന്ത് വേണമെങ്കിലും ഞാൻ തരാം. എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണോ? ഒന്നും വേണ്ട സാർ, ദിയ അപ്പോൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നന്നായി ശ്രദ്ധിക്കണം. അജിത്ത് വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. അവൻ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് വിശ്വനാഥൻ വക്കീലിനെ വിളിച്ചു. ദിയ അവൻ ഫോൺ ചെയ്യുന്നതും സന്തോഷത്തോടെ സംസാരിക്കുന്നതുമെല്ലാം നോക്കി അങ്ങനെ കസേരയിലിരുന്നു. അവളുടെ മനസ്സിൽ എന്താണ് കടന്നു പോകുന്നതെന്ന് അവൾക്കപ്പോൾ അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു നിമിഷം ഇതൊക്കെ തന്റെ സ്വന്തമായി എന്നേക്കും ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഒരു ചിന്ത മാത്രമായിരുന്നു അവൾക്ക്. അന്നത്തെ രാത്രി അജിത്തിന്റെ ജീവിതത്തിന്റെ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. അതുവരെ അവളോട് സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറിയിരുന്നതെങ്കിൽ പോലും അപ്പോൾ മുതൽ മറ്റെന്തോ ഒരു മാറ്റം. ദിയ കട്ടിലിൽ കിടക്കാൻ തയ്യാറെടുക്കുമ്പോൾ അജിത്ത് അവളുടെ അടുത്തേക്ക് വന്നു. തണുത്ത കാറ്റ് ജനലിലൂടെ അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അവൻ പുതപ്പെടുത്ത് ദിയയെ നന്നായി പുതപ്പിച്ചു കൊടുത്തു. നല്ല തണുപ്പുണ്ട്, തണുപ്പടിച്ചാൽ എന്തെങ്കിലും വയ്യായിക വന്നാൽ, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. ദിയ അത്ഭുതത്തോടെ അവനെ നോക്കി. അവനൊപ്പം വന്നിട്ട് അതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു കരുതൽ ആ സ്പർശനത്തിലുണ്ടായിരുന്നു. അജിത്ത് അവളുടെ മുടിയകൾ ഒതുക്കി വെച്ചു. അവൻ അവളോട് ചേർന്ന് കിടന്ന് അവളെ ആകെ തന്റെ സംരക്ഷണ വലയത്തിലാക്കി. അജിത്തിന്റെ ആ സാമീപ്യം ദിയയ്ക്ക് വലിയൊരാശ്വാസമായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച അജിത്ത് അവളെ ഒരു കുഞ്ഞിനെ എന്ന പോലെ നോക്കി. അവൾക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നതും സമയത്തിന് മരുന്ന് നൽകുന്നതും അവളോട് കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കുന്നതും അവൻ പതിവാക്കി. ദിയയുടെ മുഖത്ത് തെളിച്ചം വരുന്നത് കാണുമ്പോൾ അജിത്തിന് വലിയ സന്തോഷമായിരുന്നു. കുഞ്ഞിനു വേണ്ടിയാണെങ്കിലും അവൻ വല്ലാതെ മാറിയിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാഴ്ചയ്ക്ക് ശേഷം എല്ലാം മാറി മറിഞ്ഞത്. അന്ന് പുലർച്ചെ അജിത്ത് ഉണർന്നത് ദിയയുടെ വിങ്ങിപ്പൊട്ടുന്ന ശബ്ദം കേട്ടാണ്. അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ദിയ ബാത്റൂമിൽ പോയി ഛർദിക്കുകയാണ്. അവൻ ഓടിച്ചെന്ന് അവളുടെ പുറം ഒഴിഞ്ഞുകൊടുത്തു. ദിയ, എന്താ പറ്റിയേ? ഒട്ടും വയ്യേ? അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു. സാർ, എനിക്കൊന്നിനും വയ്യ. അവൾ തളർന്ന് നിലത്തു വീണു. അവൻ അപ്പോൾ പരിഭ്രമിച്ചുകൊണ്ട് അവളെ വാരി കട്ടിലിലേക്ക് കിടത്തി. എന്നിട്ടുടൻ തന്നെ ഡോക്ടർ മീനയെ ഫോണിൽ വിളിച്ചു.
ഡോക്ടർ അരമണിക്കൂറിനുള്ളിലെത്തി ദിയയെ പരിശോധിച്ചു കഴിഞ്ഞ് അവൾക്ക് ഗ്ലൂക്കോസ് ട്രിപ്പ് ഇട്ടു. ഇതൊരു സാധാരണ പ്രഗ്നൻസിയുടെ ലക്ഷണമാണ് അജിത്ത്, പേടിക്കാനൊന്നുമില്ല, കുറച്ചു ദിവസങ്ങൾ കൊണ്ട് ഇത് ശരിയാകും. ഡോക്ടർ അത് പറഞ്ഞാണ് തിരികെ പോയത്. പക്ഷേ ഡോക്ടർ പറഞ്ഞത് തെറ്റിപ്പോയിരുന്നു. ദിവസങ്ങൾ കഴിയും തോറും ദിയയുടെ അവസ്ഥ വഷളായി. എപ്പോ നോക്കിയാലും ഛർദിയാണ്. കഴിക്കുന്ന ഒന്നും തന്നെ, വെള്ളം പോലും വയറ്റിൽ നിൽക്കുന്നില്ല. ദിയ ആകെ തളർന്നു പോയിരുന്നു. ശേഷം ഡോക്ടർ വരുന്നതും ട്രിപ്പിട്ട് പോകുന്നതും പതിവായി മാറി. അങ്ങനെ ഒരു ദിവസം അവരുടെ മുറിയിൽ എയർ കണ്ടീഷന്റെ തണുപ്പിനപ്പുറം ഒരു തരം അസ്വസ്ഥത തങ്ങി നിന്നു. തുടർച്ചയായ ഛർദിയും ക്ഷീണവും കാരണം ദിയ ആകെ തളർന്നിരുന്നു. കട്ടിലിൽ അവശയായി കിടക്കുന്ന ദിയയുടെ കയ്യിൽ ഡോക്ടർ ട്രിപ്പ് ഘടിപ്പിക്കുകയായിരുന്നു. അജിത്ത് വാതിലിനരികിൽ നിശബ്ദനായി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ഉള്ളിലേക്ക് വരാൻ ഒരുങ്ങിയപ്പോഴാണ് ഡോക്ടർ മീനയുടെ ഗൗരവമുള്ള ശബ്ദം അവൻ കേട്ടത്. ഡോക്ടർ ദിയയുടെ മുഖത്തേക്ക് നോക്കി അല്പം താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, ദിയ, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നിന്റെ ശാരീരികാവസ്ഥ ഒട്ടും നല്ലതല്ല. തുടർച്ചയായ ഛർദിയും ക്ഷീണവും നിന്നെ വല്ലാതെ തളർത്തിയിട്ടുണ്ട് കുട്ടി. ശരീരമാകെ വീക്കാണ്. കഴിക്കുന്നതൊന്നും ഉള്ളിൽ നിൽക്കുന്നില്ലല്ലോ. ഇതിങ്ങനെ തുടർന്നാൽ നിന്റെ BP കുറയുകയും ശരീരം കൂടുതൽ ക്ഷീണിക്കുകയും ചെയ്യും. ഞാൻ മരുന്നുകൾ തരുന്നുണ്ട്, പക്ഷേ ആ മരുന്നുകൾ പോലും നിന്റെ ശരീരം സ്വീകരിക്കുന്നില്ല. ദിയ അപ്പോൾ പതുക്കെ കണ്ണുകൾ തുറന്നു. അവൾക്ക് സംസാരിക്കാൻ പോലും പ്രയാസമായിരുന്നു. സാരമില്ല ഡോക്ടർ, ഞാൻ സഹിച്ചോളാം. ഇത് താൽക്കാലികമല്ലേ? അവൾ പതിയെ ചോദിച്ചു. ഡോക്ടർ അപ്പോൾ അല്പം ശബ്ദം കടുപ്പിച്ചു. പക്ഷേ അതിൽ കരുതലുണ്ടായിരുന്നു. ഇത് സാധാരണ പ്രഗ്നൻസി പോലെ താൽക്കാലികമല്ല ദിയ. ഇതൊരു അപകടകരമായ അവസ്ഥയാണ്. നിന്റെ ശരീരത്തിന് ഭാരം താങ്ങാൻ കഴിയുന്നില്ല. നിന്റെ ഹൃദയമിടിപ്പ് പോലും വല്ലാതെ കൂടുന്നുണ്ട്. നീ അത്രത്തോളം ഡീഹൈഡ്രേഷൻ അടിമപ്പെട്ടിരിക്കുകയാണ് മോളെ. നിനക്ക് തീരെ വയ്യ എന്നതാണ് വാസ്തവം. ഇതിനപ്പുറം നീ ഇതിനെ പുച്ഛിച്ചു തള്ളിയാൽ അത് നിന്റെ ജീവന് തന്നെ ഭീഷണിയാകും. ഡോക്ടർ അത് പറഞ്ഞപ്പോൾ ദിയ ഡോക്ടറുടെ കണ്ണുകളിലേക്ക് തന്നെ ഒന്ന് നോക്കി. ഡോക്ടർ, കുഞ്ഞിനെന്തെങ്കിലും? കുഞ്ഞിന്റെ കാര്യമല്ല ദിയ, കുഞ്ഞിപ്പോ സേഫാണ്. പ്രഗ്നൻസിയിൽ ആദ്യ 3 മാസം ഈ ബുദ്ധിമുട്ടുകൾ സാധാരണമാണ്. ആ സമയത്ത് നമ്മൾ അതിനനുസരിച്ചുള്ള വെള്ളം കുടിച്ചിട്ടും മരുന്ന് കഴിച്ചിട്ടും കുഞ്ഞിന്റെ വളർച്ച നമുക്ക് നിലനിർത്താം. പക്ഷെ നിനക്കിത് താങ്ങാൻ കഴിയാതെ വന്നാൽ എന്റെ അഭിപ്രായത്തിൽ അജിത്തിനോട് സംസാരിച്ച് നമുക്ക് ഈ പ്രഗ്നൻസി തൽക്കാലം ഒഴിവാക്കിയാലോ? പിന്നീട് ആരോഗ്യനില മെച്ചപ്പെട്ട ശേഷം നമുക്ക് നോക്കാം. ഡോക്ടർ അത് പറഞ്ഞപ്പോൾ ദിയ ഒന്ന് ഞെട്ടി. ദിയ മാത്രമല്ല, അജിത്ത് വാതിലിനടുത്താകെ സ്തംഭിച്ചു നിന്നുപോയി. ദിയയുടെ മറുപടിക്കായി അവൻ കാതോർത്തു. ദിയ അപ്പോൾ മങ്ങിയ ചിരിയോടെ പാതി അടഞ്ഞു പോകുന്ന കണ്ണുകളാലെ പറഞ്ഞു, അയ്യോ വേണ്ട ഡോക്ടർ, ഞാൻ സഹിച്ചോളാം. അജിത് സാർ എനിക്ക് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ അച്ഛന്റെ കേസ് ഒത്തുതീർപ്പാക്കാൻ ലക്ഷങ്ങൾ ചിലവാക്കിയതും നഷ്ടപരിഹാരം കൊടുത്തതും ഏറ്റവും നല്ല വക്കീലിനെ വെച്ച് വാദിക്കുന്നതുമെല്ലാം അജിത് സാറാണ്. അച്ഛൻ വേഗം പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. സാർ എനിക്ക് നൽകിയ ആ വലിയ സഹായത്തിനു പകരമായി ഞാൻ സാറിനൊരു കുഞ്ഞിനെ നൽകണം. അതിനുവേണ്ടി ഞാൻ അനുഭവിക്കുന്ന ഈ ഒന്നുമല്ല. ഡോക്ടർ സാറിനോട് എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞേക്കൂ. കുഞ്ഞിനൊരു പ്രശ്നവുമില്ലല്ലോ. എനിക്ക് അത് മതി. കുഞ്ഞിന് കുഴപ്പമില്ലെങ്കിൽ ഞാൻ എത്ര വേദനിച്ചാലും സഹിക്കാൻ തയ്യാറാണ്. ദിയയുടെ ആ വാക്കുകൾ അജിത്തിന്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റു പോലെ ആഞ്ഞടിച്ചു. ജീവിതത്തിൽ അവൻ കണ്ട പെണ്ണുങ്ങളെല്ലാം അമ്മ മുതൽ കാമുകി വരെ ചതിയുടെയും വഞ്ചനയുടെയും പര്യായങ്ങളായിരുന്നു. അജിത്തിന്റെ മനസ്സിലേക്ക് അപ്പോൾ ബാല്യകാലത്തെ ഒരു രാത്രിയുടെ ഓർമ്മ കടന്നു വന്നു. അന്ന് അച്ഛൻ വീട്ടിലുണ്ടായിരുന്നില്ല. പാതിരാത്രിയിൽ അമ്മയുടെ മുറിയിൽ നിന്ന് അസ്വാഭാവികമായ ശബ്ദങ്ങൾ കേട്ടാണ് 8 വയസ്സുകാരനായ അജിത്ത് എഴുന്നേറ്റത്. വാതിൽ ചെറുതായി തുറന്നപ്പോൾ അകത്തെ കാഴ്ച കണ്ട് അവന്റെ കണ്ണുകൾ തള്ളിപ്പോയി. അമ്മ, അച്ഛനല്ലാത്ത മറ്റൊരു പുരുഷന്റെ കൂടെ. ആ കാഴ്ച ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലുണ്ടാക്കിയ ആഘാതം ചെറുതായിരുന്നില്ല. പിന്നീട് വളർന്നപ്പോൾ പലതവണ പലരും അവനോട് പരിഹാസത്തോടെ ചോദിച്ചിട്ടുണ്ട്, എടാ, നിന്റെ അച്ഛൻ ആരാണെന്ന് നിനക്ക് വല്ല അറിവുമുണ്ടോ എന്ന്. അമ്മയുടെ സ്വഭാവം നാട്ടിൽ പാട്ടായിരുന്നു. ആ ചോദ്യങ്ങൾ അജിത്തിനെ ഈ കാലം അത്രയും പതുക്കെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വിശ്വാസം എന്ന വാക്കിന് അജിത്തിന്റെ നിഘണ്ടുവിൽ അർത്ഥമില്ലാതായി പോയിരുന്നു. ആ മുറിവുകൾ ഏകദേശം കരിഞ്ഞു തുടങ്ങി വരുമ്പോഴാണ് അവൻ അവളെ കണ്ടുമുട്ടിയത്. തന്റെ ഭാര്യയായി വരാനിരുന്ന പെൺകുട്ടി, 4 വർഷത്തെ പ്രണയം. അവളെ അവൻ ജീവന് തുല്യം സ്നേഹിച്ചു. അമ്മയെപ്പോലെയല്ല അവളെന്ന് അവൻ അന്ധമായി വിശ്വസിച്ചു. വിവാഹത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഒരു ചെറിയ സമ്മാനം നൽകാനാണ് അവൻ അവളുടെ വീട്ടിലേക്ക് ചെന്നത്. അവൻ വീട്ടിൽ ചെന്നപ്പോൾ അവൾ കുളിക്കുകയായിരുന്നു. വീട്ടിലെ സെർവന്റ് ആണ് അവന് വാതിൽ തുറന്നു കൊടുത്തത്. അവൻ അവളുടെ റൂമിൽ ചെന്നിരുന്നപ്പോൾ മേശപ്പുറത്ത് കിടന്ന അവളുടെ ഫോൺ അപ്രതീക്ഷിതമായി വൈബ്രേറ്റ് ചെയ്തു.
അവൻ അതെടുത്തു നോക്കിയപ്പോൾ അതാരുടെയോ കോളായിരുന്നു. അവൻ കോൾ എടുക്കാതെ ഫോൺ മാറ്റിവെക്കാൻ പോകുമ്പോഴാണ് വെറുതെ സമയം പോകാൻ ഗാലറി തുറന്ന് അവരുടെ ഫോട്ടോ നോക്കാൻ തോന്നിയത്. എന്നാൽ അത് നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവന്റെ ലോകത്തെ തന്നെ തകർത്തു കളഞ്ഞു. അതിലെ വീഡിയോ ഫോൾഡറിൽ അവന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത ഒന്നുണ്ടായിരുന്നു. ഒരു വീഡിയോ ആയിരുന്നു അത്, അവളുടെയും മറ്റൊരാളുടെയും. താലി കെട്ടാൻ പോകുന്നവൾ മറ്റൊരാൾക്കൊപ്പമുള്ള വീഡിയോ. താൻ അറിഞ്ഞും അറിയാതെയും അവളെ വിശ്വസിച്ചതിന്റെ ഏറ്റവും വലിയ ശിക്ഷയായി അതവന് തോന്നി. അന്നു മുതൽ അവൻ ആരെയും വിശ്വാസമില്ല. എല്ലാവരോടും ഒരു തരം വെറുപ്പും അറപ്പുമായിരുന്നു. ആ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ജീവിതത്തിൽ ഇനി ഒരു പെണ്ണ് വേണ്ടെന്ന് വെച്ചതും കല്യാണം വേണ്ടെന്ന് വെച്ചതും. പക്ഷേ പിന്നീട് ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് ഒരു കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചത്. അപ്പോഴും വിശ്വാസമില്ലായിരുന്നു ആരെയും. എല്ലാവരും തന്നെ ചതിക്കുമെന്നുള്ള ഒരു പേടി. അതുകൊണ്ടാണ് ദിയയെ പോലും കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുൻപ് മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോയത്. ആ ലിസ്റ്റിലാണ് അവൻ എല്ലാവരെയും കണ്ടത്. അവന്റെ മനസ്സിൽ എല്ലാ സ്ത്രീകൾക്കും ഒരു മുഖമേ ഉണ്ടായിരുന്നുള്ളൂ, ചതിയുടെ മുഖം. പണത്തിനും സൗകര്യങ്ങൾക്കും സ്വന്തം സുഖത്തിനും വേണ്ടി ആരെയും ചതിക്കാൻ മടിക്കാത്തവർ എന്ന ചിന്ത. എന്നാൽ ഇവിടെ മരണത്തോളം വേദനിക്കുമ്പോഴും തന്നോട് കടപ്പാടുള്ള ഒരു പാവം പെൺകുട്ടി. അവൾക്ക് തന്നോടും കുഞ്ഞിനോടും ഇത്രയേറെ നന്ദിയും സ്നേഹവും ഉണ്ടോ എന്ന് അവന് തോന്നിപ്പോയി. ഓക്കെ ദിയ, ടേക്ക് റെസ്റ്റ്, എന്തായാലും നമുക്ക് നോക്കാം. ദിയയുടെ വാക്ക് കേട്ടപ്പോൾ ഡോക്ടർ അവളോട് പറഞ്ഞു. ശേഷം ഡോക്ടർ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് അജിത്തിനെയാണ്. ഡോക്ടർ, അവൾക്ക് അത്രയേറെ ബുദ്ധിമുട്ടുണ്ടോ? അജിത്തിന്റെ ശബ്ദം അപ്പോൾ വല്ലാതെ ഇടറി. ഡോക്ടർ മീന അപ്പോൾ ഗൗരവത്തിൽ പറഞ്ഞു. അജിത്ത്, ആ കുട്ടി വളരെ വീക്കാണ്. അതിന്റെ ശാരീരിക നില ആകെ തകർന്നിരിക്കുകയാണ്. അവളുടെ മുഖത്തെ വിളർച്ച കണ്ടില്ലേ? ചിലർക്കിത് സ്വാഭാവികമാണ്. ഗർഭകാലത്തിന്റെ തുടക്കം ചിലർക്ക് വളരെ പ്രയാസമായിരിക്കും. പക്ഷേ ദിയയുടെ കാര്യത്തിൽ ഇതല്പം കൂടുതലാണ്. അവൾ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. എങ്കിലും ആ കുട്ടിക്ക് മനക്കരുത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസങ്ങൾ കൂടി നോക്കാം. എന്നിട്ടും കാര്യങ്ങൾ മെച്ചപ്പെടുന്നില്ലെങ്കിൽ നമുക്കൊരു തീരുമാനമെടുക്കണം. ഈ പോക്ക് തന്നെയാണെങ്കിൽ ഗർഭം തുടരുന്നത് ദിയയുടെ ജീവന് തന്നെ ഭീഷണിയാകും. അതിലും ഭേദം കുറച്ചുകാലം ചെറിയൊരു വിശ്രമം നൽകി ശരീരം പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുത്ത ശേഷം നമുക്ക് മറ്റൊരു പ്രഗ്നൻസിക്ക് നോക്കുന്നതാണ്. സഹിക്കാൻ അവൾ തയ്യാറാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് ആ കുട്ടിയോട് വലിയ സഹതാപം തോന്നുന്നു. ഡോക്ടർ മീന ഗൗരവത്തോടെ പറഞ്ഞു. എന്തായാലും നോക്കാം അജിത്ത്. അജിത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഡോക്ടർ മീന പതുക്കെ പുറത്തേക്ക് നടന്നു. അജിത്ത് അല്പനേരം അവിടെ നിന്നു. എല്ലാ പെണ്ണും ചതിയുടെ മുഖമാണെന്ന് കരുതി ജീവിച്ച അവനെ ഒരുപാട് സ്നേഹിക്കുന്ന, അവനു വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെക്കുന്ന അവളെ എങ്ങനെ കാണണമെന്നറിയുന്നില്ലായിരുന്നു അപ്പോൾ. അവൻ പതുക്കെ മുറിയിലേക്ക് നടന്നു. ദിയ കട്ടിലിൽ അപ്പോഴും അവശയായി കിടക്കുകയായിരുന്നു. ഗ്ലൂക്കോസ് ട്രിപ്പിന്റെ സഹായത്തോടെ അവൾക്ക് കുറച്ചൊക്കെ ആശ്വാസമുണ്ടെങ്കിലും മുഖത്തെ ക്ഷീണം മാറിയിരുന്നില്ല. അജിത്ത് അപ്പോൾ അവളുടെ അരികിലേക്ക് നടന്നു ചെന്നു. അവളുടെ മെലിഞ്ഞ കൈത്തണ്ടയിൽ മെല്ലെ തൊട്ടു. അവൻ തൊട്ടതും ദിയ പതിയെ കണ്ണുകൾ തുറന്നു. അവനെ കണ്ടപ്പോൾ അവൾ ഒരു ചെറിയ പുഞ്ചിരി നൽകാൻ ശ്രമിച്ചു. അജിത്തിന്റെ മനസ്സപ്പോൾ വല്ലാതെ പിടഞ്ഞു. അവൻ അവളോട് ചേർന്നിരുന്നു. ദിയ, എനിക്കിതൊന്നും കാണാൻ വയ്യ. നീ സഹിക്കുന്ന ഈ വേദന, ബുദ്ധിമുട്ട്. ഡോക്ടർ പറഞ്ഞത് ഞാൻ കേട്ടു. എനിക്ക് നിന്നെ ഇങ്ങനെ വേദനിപ്പിക്കാൻ കഴിയില്ല. നിനക്ക് വയ്യെങ്കിൽ നമുക്കിതോടെ നിർത്താം. ഈ പ്രഗ്നൻസി നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട ദിയ. അവന്റെ ശബ്ദം വല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു. ദിയ അപ്പോൾ അത്ഭുതത്തോടെ അജിത്തിന്റെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ തന്റെ വേദനയെ ഓർത്തുള്ള കുറ്റബോധം അവൾ വായിച്ചെടുത്തു. ഇല്ല സാർ, അങ്ങനെ പറയരുത്. ദിയയുടെ ശബ്ദം വളരെ പതുക്കെയായിരുന്നു. എങ്കിലും അതിൽ ഉറപ്പുണ്ടായിരുന്നു. എനിക്കൊരു കുഴപ്പവുമില്ല. സാർ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ഈ കുഞ്ഞിനെ. പിന്നെ അച്ഛന്റെ കേസ് ഉൾപ്പെടെ സാർ എനിക്ക് ചെയ്തു തന്ന സഹായങ്ങൾ. അതിനു പകരമായി ഒരു കുഞ്ഞിനെ നൽകുക എന്നത് എന്റെ വലിയൊരാഗ്രഹമാണ്. എല്ലാം ശരിയാവും സാർ, ഞാൻ സഹിച്ചോളാം. സാർ വിഷമിക്കണ്ട. അവളുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അജിത്തിന്റെ കണ്ണ് നിറഞ്ഞു. ഇന്നുവരെ ആരും തന്നെ ഇത്രയേറെ നിസ്വാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല. ചതിയുടെ മാത്രം ലോകം കണ്ട അവന് ദിയയുടെ ആ സ്നേഹം ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. വല്ലാത്തൊരു വിഷമത്തോടെ അവൻ ദിയയെ നോക്കി. അവൻ പതുക്കെ അവളുടെ മുഖത്തേക്ക് കുനിഞ്ഞു. അവളോടൊരു കാര്യം ചോദിക്കാൻ അവന് മടിയുണ്ടായിരുന്നു. കാരണം ഇന്നുവരെ അവൻ കണ്ട പെണ്ണുങ്ങളൊന്നും അവനോട് മാന്യമായി പെരുമാറിയിട്ടില്ല. അവൻ അപ്പോൾ മെല്ലെ അവളുടെ മുഖത്തു തൊട്ടു. ദിയ, ഞാൻ നിന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? അവൻ അത് ചോദിച്ചപ്പോൾ ദിയ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്.
ദിയ, ഇതുവരെ നമ്മൾ തമ്മിലുണ്ടായിരുന്നതെല്ലാം നമ്മുടെ കരാറിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടല്ല. എന്റെ മനസ്സറിഞ്ഞ് തന്നെയാണ് നിന്നെ ചേർത്തു പിടിക്കാൻ എനിക്ക് ആഗ്രഹം തോന്നുന്നത്. വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവൻ പറഞ്ഞു തുടങ്ങി. ഞാൻ ജീവിതത്തിൽ ചെയ്തത് വലിയൊരു തെറ്റായിരുന്നു ദിയ. എനിക്ക് ആരെയും വിശ്വാസമില്ലായിരുന്നു. സ്വന്തം അമ്മ മറ്റൊരുത്തന്റെ കൂടെ കിടക്കുന്നത് കണ്ട് വളർന്നവനാണ് ഞാൻ. എന്റെ അച്ഛൻ ആരാണെന്ന് പലരും പരിഹസിച്ച് ചോദിച്ചിട്ടുണ്ട്. ആ മുറിവ് എന്റെ ഉള്ളിൽ തന്ന വേദനയ്ക്ക് കണക്കില്ല. പിന്നീട് പ്രണയിച്ച പെണ്ണ്, അവളും എന്നെ ചതിച്ചു. അതുകൊണ്ടാണ് ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ എനിക്ക് വന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിന്നോട് തുടക്കത്തിൽ അങ്ങനെയൊക്കെ പെരുമാറിയത്. പക്ഷേ ഇപ്പോൾ സത്യം പറയട്ടെ ദിയ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ കുഞ്ഞിനു വേണ്ടി മാത്രമല്ല, എനിക്ക് നിന്നെ വേണം ദിയ. നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ. അജിത്ത് അത് പറഞ്ഞപ്പോൾ ദിയ അത്ഭുതത്തോടെ അവനെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൻ തന്റെ കുട്ടിക്കാലത്തെ കൈപ്പേറിയ ഓർമ്മകൾ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ദിയ തന്റെ വിരൽ അവന്റെ ചുണ്ടിൽ വെച്ച് അത് തടഞ്ഞു. എനിക്കറിയാം സാർ, സാർ അനുഭവിച്ചതൊക്കെ എനിക്കറിയാം. സാറിന്റെ മനസ്സ് അത്രയധികം മുറിപ്പെട്ടതുകൊണ്ടാണ് സാർ എന്റെ കാര്യത്തിൽ പോലും സംശയം വെച്ചത്. വിശ്വനാഥൻ വക്കീൽ എന്നോടെല്ലാം വ്യക്തമായി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സാറിനോട് പിണക്കമൊന്നുമില്ല. സാറിന്റെ സംശയങ്ങളെ ഞാനൊരു തെറ്റായിട്ട് കണ്ടിട്ടുമില്ല. ഒരിക്കലും ഞാൻ സാറിനെ കുറ്റപ്പെടുത്തുകയുമില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഞാൻ ഇതിന് വന്നത്. അവൾ അത് പറഞ്ഞതും അജിത്ത് പിന്നെ ഒന്നും നോക്കാതെ അവളെ കെട്ടിപ്പിടിച്ചു പോയി. അന്നോളം അവളോടൊപ്പം ജീവിച്ചിട്ടുമില്ലാത്ത തരത്തിലുള്ള ഒരു കെട്ടിപ്പിടുത്തം. ദിയ, എനിക്ക് നിന്നെ ഇങ്ങനെ കാണാൻ വയ്യ. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാകുന്നു. നമുക്ക് തൽക്കാലം ഈ പ്രഗ്നൻസി ഇവിടെ വെച്ച് നിർത്താം. കുഞ്ഞു മാത്രമല്ല, നീയും ഇപ്പോൾ എനിക്ക് പ്രധാനമാണ്. നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ. ആരോഗ്യമൊക്കെ ഓക്കെ ആയിട്ട് നമുക്ക് പിന്നെ നോക്കാം. ദിയയുടെ ക്ഷീണിച്ച മുഖത്തേക്ക് നോക്കിയപ്പോൾ അജിത്തിന്റെ നെഞ്ചു പിടഞ്ഞു. അവൻ അവളുടെ വിറയ്ക്കുന്ന കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി പറഞ്ഞു. ദിയ അപ്പോൾ അവനെ തന്നെ നോക്കി. അവൾക്ക് ചിരിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എങ്കിലും അവൾ സാവധാനം പറഞ്ഞു, സാർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ക്ഷീണം കുറച്ചു ദിവസമേ കാണൂ. പിന്നെ എല്ലാം ഓക്കെ ആകും സാർ. എനിക്കൊന്നും സംഭവിക്കില്ല. കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. ഞാൻ സാറിന്റെ അരികിൽ വരാനും സാറിനോടൊപ്പം കുറച്ചു ദിവസം ജീവിക്കാനും ഒക്കെ കാരണമായത് ഈ കുഞ്ഞാണ്. അതിനെ സാറിന് കാണണ്ടേ? അവൾ അത് ചോദിച്ചപ്പോൾ അജിത്തിന്റെ കണ്ണുകൾ വീണ്ടും വല്ലാതെ നിറഞ്ഞൊഴുകി. എന്റെ കൂടെ ജീവിക്കാമോ നിനക്ക്? എന്നെ വിട്ടുപോകില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ ദിയ? അവൻ കണ്ണു നിറഞ്ഞുകൊണ്ട് അത് ചോദിച്ചപ്പോൾ ദിയക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. അവളും കണ്ണു നിറഞ്ഞുകൊണ്ട് മെല്ലെ ഒന്ന് തലയാട്ടി. കാരണം എപ്പോഴൊക്കെയോ അവളും അത് ആഗ്രഹിച്ചിരുന്നു. ശേഷം അജിത്തിന്റെ കവിളിൽ അവൾ ഒന്ന് പതുക്കെ തൊട്ടു. സാർ, സാറിന്റെ ഈ കരുതൽ, അതാണ് എനിക്ക് തരുന്ന ഏറ്റവും വലിയ മരുന്ന്. സാർ എന്റെ കൂടെയുള്ളപ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല. സാറിന് ഇഷ്ടമാണെങ്കിൽ ഞാൻ സാറിനെ വിട്ടുപോകില്ല. അവൾ അത് പറഞ്ഞപ്പോൾ അവൻ അവളെ വാരിപ്പുണർന്ന് നെഞ്ചോട് ചേർത്തു. ശേഷം അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുയർത്തി നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി. ദിയ അപ്പോൾ അവനെ നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ വല്ലാത്തൊരു സമാധാനം കണ്ടെത്തിയ അജിത്ത് അപ്പോൾ അവളെ ചുറ്റിപ്പിടിച്ച് ഉമ്മകൾ കൊണ്ട് മൂടി. അതുവരെ ഇല്ലാത്തതുപോലെ ദിവസങ്ങൾ കടന്നുപോയി. കാത്തിരിപ്പിന്റെ 9 മാസങ്ങൾ പിന്നിടുമ്പോൾ ദിയ ഇപ്പോൾ 9 മാസം ഗർഭിണിയാണ്. വയറ്റിലെ ആ കുഞ്ഞു ജീവന്റെ ഓരോ ചലനവും ദിയയും അജിത്തും അത്രമേൽ ആസ്വദിക്കുകയായിരുന്നു. എല്ലാ വേദനകളും മറന്ന് അവൾ ഒരമ്മയാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അജിത്ത് അവളുടെ കൂടെ ഒരു നിഴലായി എപ്പോഴും ഉണ്ടായിരുന്നു. കരാറുകൾ മാറി. ഒരു നിമിഷം പോലും പിരിഞ്ഞു നിൽക്കാനാകാത്ത വിധത്തിലുള്ള സ്നേഹമായി മാറിയിരുന്നു അവരുടെ ജീവിതം. ഒടുവിൽ ആ വലിയ ദിവസം വന്നു ചേർന്നു. ദിയയുടെ അച്ഛൻ ജയിൽ മോചിതനാകുന്ന ദിവസം. ജയിലിന്റെ ഗേറ്റിനു മുന്നിൽ അജിത്തും ദിയയും കാത്തുനിന്നു. 9 മാസത്തെ ഗർഭത്തിന്റെ ഭാരമുണ്ടെങ്കിലും ദിയയുടെ മുഖത്തൊരു വലിയ പ്രകാശമുണ്ടായിരുന്നു. അകലെ നിന്ന് അച്ഛൻ പതുക്കെ നടന്നു വരുന്നത് കണ്ടതും ദിയയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് ഓടിച്ചെല്ലാൻ കഴിഞ്ഞില്ല. പക്ഷെ അവൾ വേഗത്തിൽ അങ്ങോട്ട് നടന്നു ചെന്നു. അജിത്ത് അപ്പോൾ അവളുടെ അരയിൽ കൈ ചേർത്ത് പിടിച്ച് താങ്ങായി കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ അടുത്തെത്തിയതും ദിയ അദ്ദേഹത്തിന്റെ കൈകളിൽ പിടിച്ചു വിതുമ്പി. അജിത്ത് അപ്പോൾ അച്ഛനെ നോക്കി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ എല്ലാം ഉണ്ടായിരുന്നു. ഒരു മകന്റെ ആദരവും മരുമകന്റെ സ്നേഹവുമെല്ലാം. ഞാനില്ലാതിരുന്നപ്പോൾ എന്റെ മോൾക്കൊരു ജീവിതം കൊടുത്തല്ലോ. കൂടെ നിന്നല്ലോ. എന്നെ ജയിലിൽ നിന്ന് ഇറക്കിയല്ലോ. നന്ദിയുണ്ട് മോനെ. അച്ഛൻ അജിത്തിന്റെ കാലിൽ വീഴാൻ പോയതും അജിത്ത് അച്ഛനെ താങ്ങി പിടിച്ചു.
അയ്യോ എന്താ അച്ഛാ ഇത്, ഇങ്ങനെയൊന്നും പറയല്ലേ. അവൻ അച്ഛന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. അച്ഛൻ അപ്പോൾ കണ്ണു തുടച്ചുകൊണ്ട് ദിയയെ നോക്കി. ശേഷം ദിയയുടെ വയറ്റിൽ മെല്ലെ തലോടി. ആ സ്പർശനത്തിൽ വാത്സല്യവും സന്തോഷവും നിറഞ്ഞു നിന്നു. ഇയാൾ ഇങ്ങെത്താനായല്ലേ? അച്ഛൻ വയറ്റിൽ തലോടി പുഞ്ചിരിയോടെ ചോദിച്ചു. അജിത്ത് അപ്പോൾ ചിരിച്ചുകൊണ്ട് ദിയയെ ചേർത്തു പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, സമയമായ അച്ഛാ, ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അതിനുള്ളിൽ നമ്മുടെ കൊച്ചതിഥി ഇങ്ങെത്തും. ഞങ്ങൾ രണ്ടുപേരും ആ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. അജിത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്ന ആ ഉറപ്പും സ്നേഹവും അച്ഛനെ വല്ലാതെ സന്തോഷിപ്പിച്ചു. അജിത്ത് അപ്പോൾ ദിയയെ ഒന്ന് നന്നായി ചേർത്തു പിടിച്ചു. കാറ്റിൽ ജയിലിന്റെ ഇരുമ്പ് ഗേറ്റ് അടയുമ്പോൾ അവർ 3 പേരും ചേർന്ന് സ്നേഹത്തിന്റെ പുതിയൊരു ലോകത്തേക്ക് നടന്നു തുടങ്ങി.